നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സച്ചിൻ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണ്? എന്താ ലൈക്ക് വീഡിയോ എന്താണ് നമ്മുടെ ഗൈസ്? ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു മുയിലിനെ മേടിച്ചിട്ടുണ്ട്. എത്ര കിലോ? 1.5-2 കിലോ ഒരു മുയില് മേടിച്ചിട്ടുണ്ട്. അപ്പൊ മുയില് നമ്മളിന്ന് ബാർബിക്യൂൻ പോലെ സംഭവം ചെയ്യാൻ വേണ്ടി പോവാണ്. കമ്പി തൂക്കി കെട്ടി കറക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഗൈസ് കാട്ടുപന്നിനൊക്കെ പറയുന്നത്. ഗൈസ് നമ്മളിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. കാരണം ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. അപ്പൊ ഗൈസ് ആണ്ടേ എല്ലാരും ഫുൾ പവർ നിൽക്കുകയാണ്. ആരും ഉച്ചക്കൊന്നും കഴിക്കാതെ. എത്ര മണിയായി? 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് അതുകൊണ്ട് ഇങ്ങനത്തെ കുറെ വിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളൊക്കെ അതിനോട്ട് കണ്ടിട്ട് വേണ്ടേ നമ്മുടെ മുയിലിനെ ക്ലീനൊക്കെ ആക്കി ഇവിടെ കൊണ്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്നത് മസാല ചേർക്കാൻ വേണ്ടി വരച്ചിട്ട് കൊടുക്കണം. ഇല്ലടാ നീ വരയ്ക്കണോ? വരയ്ക്കുന്ന ഇന്നാ വരയ്ക്ക്. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാ മതി. അതുകൊണ്ട് മാള് ഇവിടുന്ന് കരയുന്നൊക്കെ ചെയ്യുന്നത്. മാളു ഇതിനെ കണ്ടിട്ട് വിഷമമാണെന്ന് തോന്നുന്നു, തിന്നാനാണോ തോന്നുന്നത്? ഉണ്ടോ? എന്താ തോന്നുന്നത്? ഞാനോ തോന്നുന്നേ? വിഷമം തോന്നുന്നുണ്ടോ? പറ. മാളുവിനൊക്കെ നാണമാണ് ഗൈസ്. കാശി ഇപ്പൊ അവിടെ നിന്ന് കൊതി വിടുമായിരുന്നു ഗൈസ്. ഇപ്പൊ ഞാൻ ഇവിടുന്ന് വരയിട കൊതി വിടുന്നുണ്ടോടാ? അങ്ങോട്ട് പറ. ഗൈസ് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ വരയിടുവാണ് നമ്മുടെ മുയിലും കുട്ടന്. ആ സമയത്ത് നമ്മുടെ സോനയൊക്കെ എഴുതുന്ന കൊണ്ടൊക്കെ സോനയൊക്കെ എഴുതുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിയുവാണ്. അപ്പൊ ഗൈസ് ഞാൻ ഇരുന്ന് വരയിട്ട സെറ്റപ്പ് ആക്കട്ടെ. അപ്പൊ ഗൈസ് നമ്മുടെ മുയിലും കുട്ടനെ തേക്കാനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി പോയില്ലേ? അപ്പൊ നമ്മൾ ആദ്യമേ ഇടാൻ പോണേ ഗൈസ്. നമ്മൾ ആദ്യമേ ഇഞ്ചി പേസ്റ്റ് ഇടാൻ വേണ്ടി പോവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയായിട്ടുള്ള ഒരു പേസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് വിട്ടെ. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. എന്തിടാൻ പോണേ? അപ്പൊ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. ഇത്രയും പോരെ? അപ്പൊ കഴിച്ചാണ്ട് നമ്മൾ അടുത്തിടാൻ പോകും. എന്താടാ എന്താ നിങ്ങൾ പവറില്ലാത്ത? കഴിച്ച നമുക്കൊരു മുളക് പൊടി. അയ്യോ, 1 സ്പൂണ് മുളക് പൊടി ഇട്ടേക്കാം. എരിഞ്ഞ് ചാകട്ടെ. കുറച്ച് ഉള്ളി പൊടിക്ക് ഉപ്പിട്ട. ഉപ്പ് ലാസ്റ്റ് ഇട്ടാ പോയത്. ഉപ്പ് ലാസ്റ്റ് അതെ ഇട്ടേക്കാം. ഉപ്പ് കുറച്ച് ഇപ്പൊ തൽക്കാലം ഇടാം. അണ്ട ബാക്കി പിന്നിടല്ലേ? അതവിടെ മാളുവിന്റെ നാരങ്ങ. മാളു വേണം നാരങ്ങ. പിന്നെ ആരുടെയാ? മാളുവാണ് നമ്മുടെ നാരങ്ങ സ്പോൺസർ ചെയ്തേക്കുന്നത്. നാരങ്ങ കഴിക്കുന്നോ? നാരങ്ങ കഴിയോ? ഗൈസ് പോണ്ടേ. അനുമോൻ അങ്ങനാടി പോയതാണ്. അനുമോന്റെ കാലൊക്കെ ഒടിച്ചിറങ്ങാൻ ചവിട്ടി ഡാൻസ് ഒക്കെ കളിച്ച് ഇതായിരുന്നു. അങ്ങനാടിയിലൊന്നും പോയില്ല. പിന്നീടാ അനുമോൻ പറയാം എന്റെ കൂട്ടുകാരാരാന്നറിയാ? ഇല്ലാണൊന്നും. മാളു എന്നെ സ്പോൺസർ ചെയ്യല്ല. ഗൈസ് പോണ്ട അവിടെ കുരുമുളക് ഇടാൻ. എന്താണ് ഇടാൻ പോണേ? കുരുമുളക് കൂടി ഇടാം. ഏറെ ഇട്ടാലോ? 10 രൂപയുടെ കുരുമുളക് പൊടിയൊക്കെയാണ്. പിന്നെ നമ്മുടെ ഗരം മസാല. പൊളിക്കുവായിരുന്നു. അപ്പൊ നമുക്ക് കൂട്ടാം. കൂട്ടാ തീപ്പയുടെ നല്ലതാണ്. നമ്മൾ ഞാൻ കൂട്ടാം. അതുകൊണ്ട് അനുമോനെ പിന്നെ തേപ്പിക്കാം. അല്ലെങ്കിൽ ഇതിവിടെ ചമ്മന്തി ആയിട്ടുണ്ട്. ഇത് ചമ്മന്തിപ്പഴം. നമ്മുടെ റാബിച്ച് കൂട്ടന്റെ ദേഹത്ത് മസാല തേച്ച് പിടിക്കാൻ പോയില്ല അല്ലേ?
മിക്സ് ചെയ്യുന്നോ? ആ മിക്സ് ചെയ്യ് തുറച്ച് ഇങ്ങനെ കുറച്ചെടുക്കും. ഇങ്ങനെ കുറച്ചിട്ട് എല്ലാവരും തരും. കുഴപ്പമില്ല. നമ്മുടെ റാബിറ്റുണ്ട് ദേഹത്തെല്ലാം കൂടി നമ്മുടെ എന്റെ പൊന്നടാവേ വെടിച്ചില് കളവ്. നിന്നെ പറടാ എങ്ങനെയുണ്ട് സാധനം? നിനക്ക് കൊതി വരുന്നുണ്ടോ? എന്താ കൊതി വരാത്ത? കൈസിയും ക്യാമറയുടെ മുമ്പിൽ അങ്ങനൊന്നും പറയത്തില്ല. നിന്റെ നാണമാണ്. പിന്നെ നിനക്ക് കൊതി വരുന്നില്ലേ? പിന്നെ ഗൈസ് എല്ലാരും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ജോലി ഇതൊന്നും കഴിച്ചിട്ടുണ്ടോ? ഇല്ലേ ഗൈസ്. ഇപ്പൊ ജോയില് മാത്രമേ ഉള്ളു എല്ലാം കഴിച്ചിട്ടുള്ളത്, ബാക്കി ആരും കഴിച്ചിട്ടില്ല. അപ്പൊ ഇന്നറിയാം ടേസ്റ്റ്. ആരും കഴിച്ചില്ലെങ്കിൽ ലാസ്റ്റ് ജോയിന് മൊത്തത്തിൽ തിന്നണം. ഇതിന്റെ അകത്തും വയറ്റിലും എല്ലായിടത്തും നമ്മൾ തേച്ച് കൊടുക്കണം. കഴിച്ചു കേൾക്കണോ? ഇതിപ്പോ അവര് ഇത് മേടിക്കെന്തോ തീ എത്തിക്കാൻ വേണ്ടി പോവാണ്. PPs അതിനൊക്കെ കണ്ടത്ത് പോയി കല്ലൊന്നും സെറ്റ് ആക്കിയിട്ടില്ല. ഇനി എന്ന് സെറ്റ് ആകുമെന്ന് അറിയത്തില്ല. അതൊക്കെ ഫുള്ളും തീയാവും. അവര് പോയി കല്ല് സെറ്റ് ആക്കാൻ വേണ്ടി പോയേക്കുവാണ്. ഇവിടെ സാധനമുണ്ട് ഗൈസ്. ജോയിലിന് സൂന വേണ്ടി കരള് സെറ്റ് ചെയ്തേക്കുന്നത്. സൂനാണോ? നിനക്ക് നമ്മുടെ മുയിലിട്ടന്റെ ദേഹത്ത് എന്താണ് തേച്ച് കുതിച്ചിരിക്കുന്നത്? എന്ത് തേച്ചേക്കുന്നത് ദേഹത്ത്? ഇവിടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. മാളു ഇതൊക്കെ കണ്ടിട്ട് കൊതി വരുന്നുണ്ടോ? മാളു ഒക്കെ അവിടെ കൊതി ഇട്ട് നിൽക്കുകയാണ്. ആണേ ആ അപ്പൊ ഗൈസ് നമ്മുടെ തേച്ച് അനിമ ഭയങ്കര കുക്കിംഗ് ആണ്. ഇവിടെ മസാലയൊക്കെ തേച്ച് അപ്പൊ ഗൈസ് ആണ് നമ്മുടെ മൂവിയിലെ കനയാണോ ഉടലാണോ പറയുന്നത് ഒടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൂവിയിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിരിക്കട്ടെ. അപ്പൊ നമുക്ക് പോയി കനല് സെറ്റ് ചെയ്യാം. ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ കാലിന് സെറ്റ് ആക്കുവാണ്. കണ്ടത്തിന്റെ നടക്കുന്നു. കണ്ടല്ല കുളത്തിന്റെ സൈഡിൽ നിന്ന് നമ്മള് കാലിന് സെറ്റ് ചെയ്യുവാണ്. അപ്പൊ അനുമോനും ടീംസും ഒക്കെ പറയുകയാണ്. അനുമോനെ എന്തുകൊണ്ട് പറയാ? എന്നാ പറഞ്ഞോ? എന്നാ ഇത് പറയാനുള്ളല്ലേ പറ. ഞാൻ നിന്നോളം കൈ മാറ്റിക്കോ, പിടിച്ചോളാം. അപ്പൊ ഇത്ര നേരം അനുമോന്റെ കലാവീട് തരുന്ന അനുമോനെ നീ കൊതി വരുന്നുണ്ടോ ശരിക്കും? ആണോനോ? ഓ മാള് കണ്ണാടിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഓ ഞാനിന് കൊതി തരുന്നുണ്ടോ? കാശിക്കോ? കൈസ് വേണ്ട. നമ്മുടെ കാലിൽ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. എപ്പോ സെറ്റ് ആവണോ സൂനെ? മുറുക്കെ പറ. നീ പറഞ്ഞു പവറിന് ഗൈസ് ഇവന്റെ ഗൈസ് പോണ്ട. ഇവൻ പല ഡയലോഗ് ഒക്കെ അടിക്കും. പക്ഷെ പറയത്തില്ല. ഡയലോഗ് അടിച്ചാ മറ്റേ എന്തോ മസാലയുടെ ഗൈസ് ഡയലോഗ് അടിക്കും. നമുക്ക് ഇടയ്ക്ക് നടിക്കുക. അതിനെക്കാട്ടി കിടക്കാത്ത സാധനമുണ്ട്. അതൊക്കെ പിന്നെ കാണിച്ചു തരാം. ആടാ സജിൻ ഇവിടെ നിന്നാണ്ട് ഭയങ്കര പണിയെടുപ്പാണ്. സജിനാണ് ഇവിടെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി. ഇവന്മാരൊക്കെ 3 പേരാണ് വേണ്ട. സജിൻ കരയുന്ന ഗൈസ്. അയ്യോ പാവൻ ചേട്ടായി. മാള് ഡാൻസ് പാട്ട് എല്ലാം കളിക്കുന്ന ആളാണ്. അനുമോൻ ഒരു പാട്ട് പാടാ. അങ്ങനെ ഒരു പാട്ട് പാട്. അപ്പൊ കഴിച്ചോണ്ട അനുമോനും ടീംസ് എല്ലാം കണ്ടെ മാളും ഒക്കെ കണ്ണാടി വെച്ചിരിപ്പുണ്ട്. പാട്ട് പാടാൻ വേണ്ടി പോവാണ് ഇവന്മാര്. PP ആണ് ട്രെയിനർ. ഗൈസ് PP അറിയത്തില്ല. അവൻ അങ്ങനാടിയിലൊക്കെ പോയി പാട്ട് പഠിപ്പിക്കുന്നവനാ. ഇന്ന് വിളിച്ചോണ്ട് വന്നെ പാടാൻ വരാ നിങ്ങക്ക് നിങ്ങളുടെ പാട്ട്. പിന്നെന്തോ
വാഴച്ചെടി വാഴച്ചെടി കണ്ടേക്കുന്നത് അനുമോന്റെ ടീംസിന്റെ ഒരു കിടുക്കാച്ച് പാട്ട് കഴിഞ്ഞിട്ടിരിക്കുവാണ്. മീനാണോ കൈസ് പോണ്ട? അടുത്തൊരു കുളമൊക്കെ ഉണ്ട്. അടുത്ത കുളം കണ്ടം എന്നിട്ടൊരു വാഴ പോകുന്നു. താഴെ അവിടെ നിൽക്കുന്ന കാര്യമാണ് പറഞ്ഞത്. കൈസ് പോയുടെ കണ്ട പാർക്കിങ്ങുകളൊക്കെ ഉണ്ട്. നമ്മൾ ചാടി പിടിക്കാവോ? നിനക്ക് നീന്താ അറിയോ? കൈസ് പോ നമ്മുടെ മീൻപിടുത്തക്കാരനുണ്ട്. കണ്ട ഫിഷിംഗ് ഫ്രീസ് ആണ് അടുത്ത്. മീനാ കൈസ് പോണ്ടേ? നമ്മുടെ കനൽ എന്തെങ്കിലും സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പൊ കുറെ പാട്ടുണ്ടോ? ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നേ. അതിന്റെ ഇടക്ക് ഞങ്ങൾ അവിടെ കിടന്ന് മസാല കഴിച്ചോണ്ടിരിക്കുമ്പോ ഇമാരൊക്കെ ഇവിടെ വന്ന് കരിക്കൊക്കെ പൊട്ടിച്ച് കുടിക്കുവാണ്. ഇമാര് മൂന്നൂരും കൂടി. മൂന്നും വലിയ ഉടായ്പകളാണ് ഗൈസ്. ഞങ്ങൾക്ക് അതുകൊണ്ട് തുള്ളി പോലും തന്നില്ല. ഇപ്പൊ വേണ്ട പൊട്ടിച്ച് വെച്ചേക്കുന്നു. ഞങ്ങൾക്ക് തന്നില്ലെന്നോ? ഗൈസ് ഇവനാണ് സത്യം പറഞ്ഞ എടുത്തതാണോ ഗൈസ്? പോണ്ടേ ഇനി കല്ലിനെ സെറ്റ് ആയിട്ട് കാണിക്കാം ഗൈസ്. പോണ്ട നമ്മുടെ മുയിലിൻകുട്ടനെ നമ്മുടെ കമ്പിയുടെ അകത്തോട്ട് കയറ്റാൻ വേണ്ടി പോവാണ്. നമ്മളിത് താമസം നമ്മൾ കടയിൽ പോയി വരുന്നു. പൊറോട്ട മേടിക്കാൻ വേണ്ടി താമസം കിട്ടും. നമ്മുടെ മുയിലിൻകുട്ടനെ നമ്മുടെ കമ്പിയുടെ അകത്തോട്ട് കയറ്റാൻ വേണ്ടി പോകുന്നു. കണ്ണാപ്പി ഇങ്ങനെ വെച്ചാൽ മതി. ഇത് നമുക്കൊരു കമ്പി കെട്ടി കൊടുക്കണം. കാരണം പോയിരിക്കാൻ വേണ്ടി. അപ്പൊ ഗൈസ് നമ്മുടെ നമ്മുടെ കണ്ണിനോട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പിള്ളേരൊക്കെ കുറച്ചായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മുടെ മുയിൽക്കുട്ടനെ വേണ്ട കമ്പി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവന്മാരെല്ലാം കാലിലൊക്കെ സെറ്റാക്കി. മുട്ടനൊരു മഴയും പെയ്യുന്നുണ്ട്. അതുപോലെ ഇത് കണ്ടിട്ട് നിനക്ക് എന്താ പറയാനുള്ളേ? കൊതി വരുന്നോ? നീ കൊതി വരുന്നു പറയണ്ടത്. കൈസപ്പോണ്ട് മാളു എങ്ങനെയുണ്ട് സാധനം? നല്ലതോ? കണ്ണീന്ന് വായിന്നല്ല വെള്ളം പറഞ്ഞത്. അതുപോലെ എങ്ങനെ ഉണ്ടായിരിക്കും നമ്മുടെ സാധനം? കൊള്ളായിരിക്കും. നല്ല കല്ലും ചൂടൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ചേരം എങ്ങനെ ഉണ്ടായിരിക്കും നമ്മുടെ സാധനം? സുബിനും സജിനും അല്ലൊക്കെയാണ് ഇവിടെ നമ്മുടെ ചിക്കന്റെ അല്ല ഈ കമ്പിയും കനലും ഈ കമ്പൊക്കെ സെറ്റ് ചെയ്തത്.
അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചാൽ മതി. ഗൈസ് അപ്പൊ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇമാരെ മൂന്നേരം വിളിച്ചാൽ മതി. എന്ത് പരിപാടിക്ക് ചെന്നോളും. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടെ. എന്തായാലും കുറച്ചു നേരം ആവും സെറ്റ് ആവാൻ വേണ്ടി. ഹലോ ഗൈസ്. ആ ഞാൻ എന്താ പറയുന്നത്? ഗൈസ് ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടെ. നമ്മുടെ ചിക്കൻ സെറ്റ് ആകട്ടെ. ചിക്കൻ അല്ല ഗൈസ്, മുയിലിന് സെറ്റ് ആയിട്ടല്ലേ ആശി? SPP ആണിത്, സുബിനാണിത്, ഇത് എന്തോ സോനു ആണിത്, ഇത് ജോയലാണിത്, സജിനാണിത്, എല്ലാരും ഉണ്ട് ഇവിടെ. അപ്പൊ ഗൈസ് നമ്മുടെ റാബിറ്റ് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റാബിറ്റ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. തിന്നാൻ തോന്നണ്ടാ ഗൈസ്. അപ്പൊ ഇന്നത്തെ ജോലി മാത്രമേ ഉള്ളൂ റാബിറ്റിന് തിന്നിട്ടുള്ളേ. ബാക്കി ഞങ്ങളാരും തിന്നിട്ടൊന്നുമില്ല. എപ്പോഴാണ് ഗൈസ്? അപ്പോ ഗൈസ് വേണ്ട ആണ്ടായിരിക്കുന്നു. അയ്യോ ഗൈസ് വേണ്ട നമ്മുടെ ചിക്കൻ ഇവിടുന്ന് സെറ്റ്, ചിക്കൻ വായി വരുന്നത് ഗൈസ് നമ്മുടെ മുയിൽ ഇവിടുന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാണിക്കാം. നാട്ടുകാരെ ഓടി വരണേ, നമ്മുടെ ചിക്കന് തീ പിടിച്ച്, ചിക്കനും പോട്ടെ റാബിറ്റിന് തീ പിടിച്ചേ അല്ലേ മാള് ഗൈസ്. നമ്മളെ അവസാനം നമ്മുടെ തീയൊക്കെ കുറച്ച് കൂട്ടിയിട്ടിട്ട് നമ്മൾ കത്തിക്കുകയാണ്. കാരണം സമയമൊക്കെ ലേറ്റ് ആയി, പിള്ളേരൊക്കെ വിശന്നിരിക്കുകയാണ്. അപ്പൊ വേണ്ട ജോലി ചെയ്തിട്ട് ഇല്ല ഗൈസ്. അപ്പൊ ചില സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട്. എന്താടാ സോനെ കഴിച്ചെറാണെന്ന് പുള്ളി ഗൈസ്. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഞാനു വിശക്കുന്നുണ്ടോ ഗൈസ്? വേണ്ട എല്ലാരും വെയിറ്റ് ചെയ്തിട്ട് അവിടെ അപ്പോഴേ തുടങ്ങി. വേണ്ട നമ്മുടെ മുയിൽകൂട്ടം ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ സെറ്റ് ആവും, നാളെ സെറ്റ് ആവുമെന്ന് പറഞ്ഞിരിക്കുവാണ്. ഞാൻ ഇവിടെ ഒരു കുട്ടനുണ്ട് ഇവിടെ വയ്ക്കുന്നത്. നമ്മുടെ റാബിറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോയി കഴിക്കാം. എങ്ങനെ ഉണ്ടെന്ന് അപ്പൊ കഴിച്ചാണ്ട് നമ്മുടെ റാബിറ്റ് കൂട്ടം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അല്ല കഴിച്ച. അപ്പൊ എല്ലാരും ഫുൾ പവറിലാണ്. ഉച്ചക്കൊന്നും കഴിക്കാത്തതുകൊണ്ടാണ് കഴിച്ച. വേണ്ട നമ്മുടെ മുയിലൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തോ. അനുമോനോട് പറയാം. വേണ്ട അനുമോനൊക്കെ ഇപ്പോഴേ കൊതി വിട്ട് വയ്ക്കോ. അനുമോനെ ടേസ്റ്റ് ചെയ്ത് നോക്കി. അനു ടേസ്റ്റ് ചെയ്യട്ടെ. ഇന്ന് കറി കാണോ? നീവല് ചുമ്മാ മുക്കിട്ട് ചിക്കൻ എടുക്ക്. ചിക്കൻ അല്ലല്ലോ ഇവിടെ എന്നാ കഴി എങ്ങനുണ്ട്? അടുത്താള് നിങ്ങൾ മൂന്ന് കഴിക്ക്. നീക്കി കൊടുക്കടാ. കഴിക്കട്ടെ.
ആണെടുത്തോ എടുത്തോ എങ്ങനെയുണ്ട് ഒന്നുകൂടെ പറഞ്ഞ നിങ്ങളെ ഇനി പതിയെ 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 ആടാ എങ്ങാണ്ടാ ഇങ്ങോട്ട് നോക്കി പോ ക്യാമറ നോക്കി പറ സൂപ്പർ കൊള്ളാം എങ്ങാണ്ടാ സുവിന് എങ്ങനെയുണ്ട് പറ പൊളി ഓന് എങ്ങനെയുണ്ട് ജോലേ പോ ഞാൻ ഒന്ന് കഴിക്കട്ടെ ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ ജോയിലെ കറലാന്ന് തോന്നുന്നു അതല്ല അല്ലേ കുറച്ച് കറി എടുത്തിട്ട് എവിടെ നടക്കണം പോ കാലിൽ അവിടെ നിന്ന് നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട് വായിലൊക്കെ വെള്ളം വിടുന്നു ഞങ്ങൾ കപ്പലിൽ കൊടുത്തു മപ്പ് സാധനം അപ്പൊ സാധനം എടുക്കുന്ന സാധനം നമ്മുടെ വേണ്ട അയ്യോ എന്തായിരുന്നു എല്ലാം പൊന്നാടേ അപ്പൊ ഞങ്ങളൊന്ന് കഴിച്ച് ഫിനിഷ് ആക്കട്ടെ അല്ലെങ്കിൽ വീട് എടുക്കുന്ന എനിക്ക് കിട്ടത്തില്ല അപ്പൊ ഏതാണ്ട് ജോലൊക്കെ അറ്റാക്ക് എവിടെ നോക്കി നിൽക്കണ തുടങ്ങി അപ്പൊ കഴിക്കണ്ടേ നമ്മുടെ റാബിറ്റിനെ മുയിലിനെ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മുയില് എന്റെ പൊന്നടാവെ കീറുന്നതാണ് കഴിച്ചപ്പോ പൊളിപ്പ സാധനം ഇല്ലടാ കഴിച്ചപ്പോ ഇത്ര അടുത്തൊരു വീട് കാണാം എടുക്കട്ടെ ഞാൻ കഴിക്കുന്നു